ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 13 ആണ്, ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ. അതായത് എന്താണ്, അവസാന കൽപ്പണിക്കാരൻ എന്നാണ് എന്ത് ലാസ്റ്റ് സ്റ്റോൺ മേസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പരമ്പരാഗത കല ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈകാര്യം ചെയ്യപ്പെട്ട കരകൗശല വിദഗ്ധരുടെ കുടുംബത്തിലെ ഒരു ശില്പിയുടെ കഥയാണ്. അതായത് ഈ കൽപ്പണി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് തലമുറകൾ കൈമാറിപ്പോയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു ശില്പിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ലാസ്റ്റ് സ്റ്റോൺ മേസണിൽ തലമുറകളായി കുടുംബം ക്ഷേത്രങ്ങൾക്കായിട്ട് ദേവീ ദേവന്മാരുടെ പ്രതിമകൾ കൊത്തിവെച്ചിരുന്നു. അപ്പോൾ പഴയ മേസന് അങ്ങനെ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷവും സംതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കഥ നോക്കാം. ഓക്കെ, so let us enter into the small world of old artist and see what his son has to say to his father. അപ്പോൾ എന്താണ്, നമുക്കൊരു ഓൾഡ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ചെറിയ വേൾഡിലേക്ക് ചെന്നിട്ട് അവരുടെ സൺ എന്താണ് അതിൻ്റെ ഫാദറിനോട് പറയുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, ദ യങ് മാൻ ത്രൂ ദ ഹാമേഴ്സ് ആൻഡ് ചിസിൽ ടു ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ്, ഐ ആം ലീവിങ് യു ഫാദർ, ഐ ആം ലീവിങ് യു ആൻഡ് യുവർ വർക്ക്, ലുക്ക് വാട്ട് ഇറ്റ് ഹാസ് ബ്രോട്ട്. അപ്പോൾ എന്താണ്, ആ ഒരു ചെറിയ കുട്ടി എന്താണ് പറയുന്നത്, ചുറ്റികയും മുളിയൊക്കെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കരയാണ്, അച്ഛാ ഞാൻ നിന്നെയും അല്ലെങ്കിൽ നിൻ്റെ ജോലിയും ഉപേക്ഷിച്ച് പോവുകയാണ്, ഇന്ന് ഞങ്ങൾക്ക് അതായത് ഈ ഒരു ജോലി ഞങ്ങൾക്ക് എന്താണ് കൊണ്ടു തന്നതെന്ന് നോക്കൂ. അവൻ കൈകൾ വിടർത്തിയിട്ട് എന്താണ്, ചെറിയ തിരക്കേറിയ ഇരുണ്ട മുറിയിലേക്ക് നോക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ് പറയുന്നത്, ഹി സ്പ്രെഡ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ലുക്ക് അറ്റ് ദ സ്മോൾ congested dark room and slabs of stone and marble stacked up in one corner and coat covered with heaps of used clothes. The paints of whitewashed wall has come off. Look what it has brought us, nothing. The young man repeated in anger. This kind of work just does not pay. അപ്പോൾ ഇതിൽ പറയുന്നത്, അപ്പോൾ ചുറ്റികൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ജോലിയും അച്ഛനെ വിട്ടു പോവുകയാണെന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം എന്താണ്, അവനൊരു ഒരു ചെറിയ തിരക്കേറിയ ഇരുണ്ട മുറിയിലേക്ക് നോക്കിയിട്ട് ആ മൂലയിൽ അടുക്കി വെച്ചിരിക്കുന്ന കല്ലും മാർബിളുകളും സ്ലാബും ഒക്കെ കാണിച്ചു കൊടുത്തു. അതുപോലെ ഉപയോഗിച്ച വസ്ത്രങ്ങളുടെ കൂമ്പാരവും ആ കട്ടിൽ കിടക്കുന്നത് കാണിച്ചു. അതുപോലെ തന്നെ വെള്ള കഴുകിയ ഭിത്തി, അതായത് വെള്ള പെയിൻ്റ് അടിച്ച ഭിത്തി. എന്നിട്ട് പറയുകയാണ്, എന്താ നോക്ക്, അത് ഞങ്ങളെ കൊണ്ടുവന്നു, ഒന്നുമില്ല. അതായത് അതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്, നമുക്കൊന്നുമില്ല എന്ന് ആ യുവാവ് കോപത്തോടെ ആവർത്തിച്ച് പറയാണ്. ഇത്തരം ജോലിക്ക് പ്രതിഫലം ലഭിക്കില്ല എന്നാണ് ആ കുട്ടി എൻ്റെ അച്ഛനോട് പറയുന്നത്. സോ ദ ഓൾഡ് മാൻ സ്റ്റേർഡ് അറ്റ് ഹിസ് സൺ, ഹിസ് വോയിസ് ത്രൂ ട്രെംബ്ലിംഗ് had not lost its usual gentleness. It's not the money alone that matters, son. It's a service to God. അപ്പോൾ വൃദ്ധൻ എന്ത് ചെയ്തു, മകനെ തുറിച്ചു നോക്കുകയാണ് അച്ഛൻ. സോ അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടെങ്കിലും പതിവിലുള്ള ആ ഒരു സൗമ്യത അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛൻ മോനോട് പറയാണ്, പണം മാത്രമല്ല പ്രധാനം മകനെ, സേവനമാണ്. അപ്പോൾ ദൈവത്തിനുള്ള നമ്മുടെ സേവനമാണ് ഇതെന്നാണ് മകനോട് പുള്ളി പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദ ഫാദർ ടൈംസ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് സോ ഹാസ് ദ സ്റ്റോൺ മേസൺസ് വർക്ക്. യു ക്യാൻറ്റ് ലീവ് കാർവിംഗ് സ്കൾപ്ചേഴ്സ് ഫോർ ടെമ്പിൾസ് ഓൺലി. കം ഓൺ ഫാദർ, യു ഹാവ് ടു മാസ് പ്രൊഡ്യൂസ് ലൈക്ക് ഓൾ അതർ പീപ്പിൾ ഇൻ ആഗ്ര. സോ എന്താണ് പറയുന്നത്, കാലം മാറി, പാറമടയുടെ ജോലിയൊക്കെ മാറി, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം ശില്പങ്ങൾ കൊത്തി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വരൂ അച്ഛൻ, നമുക്ക് ആഗ്രയിലെ മറ്റുള്ള ആളുകളെ പോലെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാമെന്നാണ് പറയുന്നത്. സോ അതിൽ നെക്സ്റ്റ് അച്ഛൻ തിരിച്ചു മോനോട് പറയുന്നതാണ്, വൃദ്ധൻ്റെ വായിൽ തിരിച്ചൊന്നും പറയാനില്ലാത്ത പോലെയായി. ദെൻ അവൻ പറഞ്ഞു, ഇല്ല മകനെ, ഇത് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് പഠിച്ചതാണ്. സോ അവരുടെ പിതാവിൽ നിന്ന് പഠിച്ചു. അങ്ങനെ അവർ ഒരുപാട് നൂറുകണക്കിന് വർഷങ്ങളായിട്ട് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന, അപ്പോൾ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ളൊരു ജോലിയാണിത്. അതുകൊണ്ട് തന്നെ നീയും ഇത് തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അച്ഛൻ പറയാണ്. സോ അപ്പോൾ മകൻ എന്താണ് പറയുന്നത് അച്ഛനോട്, നോ ഫാദർ. അപ്പോൾ ഇല്ല അച്ഛ, സഞ്ചാരിക്കുള്ള മെഴുകുതിരി സ്റ്റാൻഡുകളിലും പേപ്പർ വെയിറ്റുകളിലും അതുപോലെ ആഷ്ട്രേ പിന്നെ പ്ലേറ്റുകളിലൊക്കെ ധാരാളം പണമുണ്ട്. പക്ഷെ യുവാവ് ദേഷ്യത്തോടെ മുറുക്കി പുറത്തേക്ക് നടന്നിട്ട് പറഞ്ഞു, രാധയുടെയും കൃഷ്ണൻ്റെയും പാതി തീർത്ത മാർബിൾ പ്രതിമകൾക്ക് മുന്നിൽ അവൻ പറയുന്നത്, അവൻ മടിയിലേക്ക് കൈകൾ താഴ്ത്തി കണ്ണുകൾ അടച്ചു എന്നാണ് പറയുന്നത്. ദെൻ അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം മടിച്ചു നിന്നത് കേൾക്കാൻ അവൻ കണ്ടില്ല. ഗുഡ് ബൈ, മകൻ വാതിക്കലിൽ നിന്ന് വിളിച്ചു. അവൻ നിശ്ചലനായിരുന്നു. അപ്പോൾ മകൻ പറയാണ്, റൂമിൽ നിന്ന് ദേഷ്യത്തോടെ പുറത്തിറങ്ങിയിട്ട്
എന്ത് ചെയ്തു, അവൻ്റെ കണ്ണുകൾ അടച്ചു. ദെൻ അവൻ പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം എന്താണ്, അവൻ അച്ഛനോട് പറയുവാണ്, ഈ രാധയുടെയും കൃഷ്ണൻ്റെ സ്റ്റാച്ചു ഒക്കെ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അവൻ്റെ കൈ എടുത്ത് കാണിച്ചു, അല്ലെങ്കിൽ അവൻ പറയുവാണ്, അവൻ്റെ കണ്ണുകൾ അടച്ചു, അവൻ പ്രാർത്ഥിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് വാതിക്കൽ നിന്നുകൊണ്ട് അവൻ പോയി. സോ ഇനി എന്താണ് പറയുന്നത്, മജിസ്ട്രി സലീംസ് ദ സെർവൻറ്റ് ബോയ് എൻറ്റേർഡ് ദ വർക്ക്ഷോപ്പ്. അപ്പോൾ എന്താണ്, ഒരു വേലക്കാരനാണ് എന്ത് സലീം എന്ന് പറയുന്നത്. പുള്ളി എന്ത് ചെയ്തു, മജിസ്ട്രി, അതായത് മാസ്റ്റർ ജി എന്നാണ്, മാസ്റ്റർ ജി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ ഷോപ്പിലേക്ക് എൻ്റർ ചെയ്യാണ്. സോ അവൻ്റെ സ്വരത്തിൽ ആശങ്ക നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊരു കപ്പ് ചായ കയ്യിൽ പിടിച്ചു, വൃദ്ധൻ തലയുയർത്തി, അതിനുശേഷം വിളറിയ മുഖവും പ്രായം തോന്നി തുടങ്ങിയിരുന്നു. സോ then എന്താണ്, സലീം എന്താണ് പറയുന്നത്, സലീം എല്ലാവരും ആഗ്രയിലേക്ക് പോയതുപോലെ ഞാൻ ഇവിടെ അവസാനത്തെ കല്ല് പണിക്കാരനാകും. നോക്കൂ, എൻ്റെ മകൻ ഗോപാലും പോയി. ഇപ്പോൾ ഞാൻ ഈ ശില്പം തനിയെ പൂർത്തിയാക്കണം. അനാഥനായ സലീമിനെ നോക്കി വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ശക്തി കുറവാണ്. എനിക്ക് പഴയതുപോലെ ഉളി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. കൊത്തുപണികൾ വളരെ സമയമെടുക്കും. എനിക്ക് ജോലി പൂർത്തിയാക്കണം, ഞാൻ ചെയ്യും. അപ്പോൾ എന്താണ്, ഈ സലീം എന്താണ്, മാസ്റ്റർ ജി എന്നും പറഞ്ഞിട്ട് സങ്കടത്തോടെ ഷോപ്പിലേക്ക് കയറി വരുന്നു. കയ്യിലൊരു ചായ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് അദ്ദേഹം പറയുന്നത്, അതായത് അദ്ദേഹത്തിന് പ്രായമായി. സലീം പറയണ, പുള്ളിയുടെ മോൻ്റെ പേരെന്തായിരുന്നു, ഗോപാൽ എന്നായിരുന്നു. ഗോപാൽ എന്നെ വിട്ടു പോയി, പക്ഷേ എനിക്കിപ്പോൾ പ്രായമായതിൻ്റെ ഉള്ളിയൊന്നും പിടിച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒത്തിരി സമയം എടുക്കും, എങ്കിലും എനിക്കത് പൂർത്തിയാക്കണമെന്ന് അനാഥനായ സലീമിനോട് പറയാണ്. എൻ്റെ കുട്ടി ആ മനുഷ്യന് ചായ നൽകി, അതായത് ഈ പറഞ്ഞ സലീം ചായ നൽകി, ദയവായി ഇത് കുടിക്കൂ, ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതെ, നിങ്ങൾ ഈ ജോലി പൂർത്തിയാക്കുന്നെന്ന് എനിക്കറിയാം എന്ന് ആ കുട്ടി അവനോട് പറയുവാണ്. then എന്താണ്, ഓൾഡ് മാൻ സൈഡ് ആൻഡ് പിക്ക് അപ്പ് ദ ചിസൽസ് ആൻഡ് ദ ഹാമർ. എന്നിട്ട് എന്ത് ചെയ്തു, വൃദ്ധൻ നെടുവീർപ്പിട്ട് ഉളിയും ചുറ്റിക എടുത്തു. എന്നിട്ട് അവൻ തൻ്റെ ജോലിയെ ഇഷ്ടപ്പെട്ടു എന്നാണ് പാരഗ്രാഫിൽ പറയുന്നത്. സോ ലോകത്തിലെ മറ്റൊരു ജോലിയും അത് മാറ്റാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ ദിവസങ്ങളോളം ആ മനുഷ്യൻ വിശ്രമമില്ലാതെ തുടർച്ചയായിട്ട് ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ശില്പം പൂർത്തിയാക്കുക എന്നതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അവസാനമായിരിക്കും. സോ കൈകൾ വിറയ്ക്കുന്നതും തോളുകൾ വേദനിക്കുന്നതും വരെ അയാൾ ജോലി ചെയ്തു. അവൻ്റെ കൈകൾക്ക് ഭാരം കൂടി, അവൻ്റെ കണ്ണുകൾ തളർന്നു, പിന്നെ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ്, അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം ആ ഒരു പണി തീർക്കുകയാണ് ചെയ്യുന്നത്. then Salim whispered, because it came from very deep inside you. You are right, Salim. And then the old man added. എന്താണ്, അപ്പോഴും എന്താണ് പറയുന്നത്, സലീം തുടർന്നു, അയാൾ ഒരു വൃദ്ധനെ കണ്ട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആ വൃദ്ധനെ കണ്ടിട്ട് പറയുവാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. then എന്താണ്, ഇത് പൂർത്തിയാക്കാൻ പോകുന്നില്ല, ഞാനിത് പൂർത്തിയാക്കില്ല. ഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു നല്ല ശില്പി അല്ലെങ്കിലും അത് മറ്റൊന്നാകുമായിരുന്നു. മുഖവും കൈയും ശരിയായി കൊത്തിയെടുക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അതിലെന്തോ കുറവുണ്ടായിരുന്നു. അവൻ്റെ വിരലുകൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് പുള്ളി പറയാന്ന് വെച്ചാൽ, എൻ്റെ മോനുണ്ടായിരുന്നെങ്കിൽ എന്താണ്, അവന് അത്ര നല്ല പണിക്കാരനല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് മുഖമൊന്നും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൊത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. then സലീം മന്ത്രിച്ചു. എന്താണ്, സലീം whispered, because it comes from somewhere deep inside you. അപ്പോൾ എന്താണ് സലീം പറയുന്നത്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നീ പറഞ്ഞത് ശരിയാണ് സലീം. എന്നിട്ട് വൃദ്ധൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ സലീമിനോട് പറയുവാണ്, നിങ്ങളുടെ ഉള്ളിൽ അത് ഇല്ല എങ്കിൽ നിങ്ങൾ ആഗ്രയിൽ പോയി വിനോദസഞ്ചാരികൾക്ക് വൻതോതിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ്, വിനോദസഞ്ചാരികൾക്ക് ആശ്രയങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. Okay, then the boy asked Master G to eat, and after feeling a little better, the old man picked up his hammer and chisel again. അതിനുശേഷം എന്താ ചെയ്തത്, സലീം അവരോട് പറഞ്ഞു, മാസ്റ്ററോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. then അല്പം സുഖം അനുഭവപ്പെട്ടപ്പോൾ വൃദ്ധൻ വീണ്ടും ഉളിയെടുത്തിട്ട് രാത്രി വൈകും വരെ ജോലി ചെയ്തു. ആ ദിവസങ്ങളിൽ അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ സഹായത്തിന് ശക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. then അവൻ തൻ്റെ മകനു വേണ്ടിയും പ്രാർത്ഥിച്ചു. പിന്നെ പുലർച്ചെ ഉളി വീണ് വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് ചുറ്റിക നിലത്ത് വീണു. അവൻ്റെ ബോധം കിട്ടു എന്നാണ് പറയുന്നത്. സോ അപ്പോൾ early hours of morning chisels fell from the old man's hand. The hammer dropped to the ground and he fainted. എന്താണ്, ഉളി കയ്യിൽ നിന്ന് അയാളുടെ വീണു. അയാൾ എന്ത് ചെയ്തു, തളർന്ന് ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. സോ അദ്ദേഹം എന്ത് ചെയ്തു, താഴെ വീണു എന്നാണ് പറയുന്നത്.
ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ്? വെൻ ദ ഓൾഡ് മാൻ ഓപ്പൺ ഹിസ് ഐസ് ഹി ഫൗണ്ട് ഹിംസെൽഫ് ഓൺ ദ കോട്ട് ഇൻ ദ ബെഡ് കവേർഡ് ബൈ ലൈറ്റ് കോട്ടൺ ബ്ലാങ്കറ്റ്. ദെൻ ഈ വൃദ്ധൻ എന്താണ് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് അയാൾ കിടപ്പുമുറിയിൽ ഒരു ബ്ലാങ്കറ്റിൽ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതാണ് കണ്ടത്. സോ ഫ്രം ദ വർഷ് ഓഫ് ദി ഷിപ്പിംഗ് അറൌണ്ട് ദ ചിസൽ റീച്ച്ഡ് ഹിസ് ഇയേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്തു? വർക്ക്ഷോപ്പിൽ നിന്ന് ഉളിയുടെ ചുറ്റളവ് അവൻ്റെ ചെവിയിൽ എത്തി അല്ലേ? എന്താണ് പറയുന്നത്? ദെൻ നെക്സ്റ്റ് had heard correctly, he listened, he could hear it again, strong blow of the hammers on the top of chisel. അപ്പോൾ ഗോപാൽ he was back. അപ്പോൾ എന്താണ് പുള്ളി അതിൽ കിടന്നുകൊണ്ട് ആ ഒരു ചുറ്റികയുടെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വിചാരിച്ചു എന്താണ് എൻ്റെ ഗോപാൽ വന്നിട്ടുണ്ടെന്ന്. then Gopal had returned, he should help him, they would finish the statue together. Weaking, he walked to the door. Gopal, he was about to say, but words froze on his lip. No, he wanted to cry out, stop the work. അപ്പോൾ എന്താണ് പുള്ളി വിചാരിച്ചു എന്താണ് ആ ഉള്ളിയുടെ ശബ്ദമൊക്കെ കേട്ട് ഇനിയിപ്പോൾ ഗോപാൽ തിരിച്ചെത്തിയെന്ന്. ദെൻ അവനെ സഹായിക്കണം, അവർ ഒരുമിച്ച് പ്രതിമ ഉണ്ടാക്കും. അങ്ങനെ ദുർബലനായിട്ട് അദ്ദേഹം അവിടേക്ക് നടക്കാണ് ഗോപാൽ. അവൻ പറയാൻ പോകുകയായിരുന്നു, പക്ഷേ വാക്കുകൾ അവൻ്റെ ചുണ്ടിൽ മരവിച്ചില്ല. അവൻ നിലവിളിക്കാൻ ആഗ്രഹിച്ചു, ജോലി നിർത്തു. പക്ഷേ അയാൾക്ക് അനങ്ങാൻ വയ്യാതെ പ്രതിമയുടെ മുഖത്ത് പണിയെടുക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കി നിന്നു. അത് അദ്ദേഹത്തിൻ്റെ മകൻ ഗോപാലല്ലായിരുന്നു. ആരാണ്? അവൻ്റെ വേലക്കാരനായ സലീമായിരുന്നു. അപ്പോൾ വൃദ്ധൻ സംസാരിക്കാനാകാതെ സ്തബ്ധനായിട്ട് നോക്കി നിന്നു. കോപം, ഹൈ റാം, വൃദ്ധൻ മന്ത്രിച്ചു, ഹൈ. ദെൻ ഒടുവിൽ ബലഹീനത വിട്ടുപോയപ്പോൾ അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ തോളിൽ കൈവച്ചു. സലീം പയ്യൻ തുടങ്ങി. എന്താണ്? അവൻ തിരിഞ്ഞു, യജമാനനെ നോക്കി അല്ലേ? അപ്പോൾ എന്താണ്? പുള്ളി ബോധം കെട്ട് വീണ് എണീറ്റ സമയത്ത് വിചാരിച്ചത് എന്താണ്? മകനാണ് തിരിച്ചു വന്നതെന്നാണ്. പക്ഷെ ആരായിരുന്നു? സലീമായിരുന്നു എന്ത് അത് ചെയ്തത്. സോ ഐ only want to help, whispered the boy. I will learn if you teach me, Masterji. I have been practicing secretly for almost 2 years in a quarry. I know I should not have done this, but isn't it this different, Masterji? This is sculpture, it's not it. അപ്പോൾ എന്താണ് അതായത് ഞാൻ എന്ന് പറഞ്ഞ് എനിക്ക് സഹായിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. കുട്ടി മന്ത്രിക്കുകയാണ്. അതായത് ഞാൻ പഠിപ്പിച്ചാൽ പഠിക്കുക, മാസ്റ്റർജി ഒന്ന് പഠിപ്പിച്ച് തന്നാൽ മതി. ഞാൻ രഹസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2 വർഷമായിട്ട് എനിക്കറിയാം ഞാനിത് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, പക്ഷേ ഇത് വ്യത്യസ്തമല്ലേ മാസ്റ്റർജി, ഇത് ശില്പമാണ് അല്ലേ എന്ന് ചോദിക്കുവാണ്. The old man pulled the boy's head against the shoulder and whispered, there is nothing I can teach you, my son. Go ahead, you have it in your heart. I know you will one of the best stone mason India will ever have. അപ്പോൾ എന്താണ്? വൃദ്ധൻ ആൺകുട്ടിയുടെ തല തൻ്റെ തോളിലേക്ക് വലിച്ചിട്ട് മന്ത്രിക്കുവാണ്. അതായത് ജസ്റ്റ് തലോടിയിട്ടൊക്കെ പറയുവാണ്, എനിക്കൊന്നും ചെയ്യാനില്ല മകനെ, നീ പഠിക്കുക, മുന്നോട്ട് പോകൂ, അത് നിന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരു മികച്ച കൽപ്പണിക്കാരനായിട്ട് ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു കൽപ്പണിക്കാരനായിട്ട് മാറുമെന്നാണ് അദ്ദേഹം ആ സലീമിനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് പറയുന്നത് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു ജോലി തുടർന്നു കൊണ്ട് പോകാൻ പറ്റാതെ മകന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മകൻ വിട്ടുപോയെങ്കിലും അവിടെ ഒരു വേലക്കാരൻ്റെ സഹായത്താൽ ആ ഒരു എന്താണ് ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഒരു എന്താണ് ആ വൃദ്ധം മരിച്ചു കഴിഞ്ഞാലും അത് തലമുറകളായിട്ട് കൈമാറി പോകാൻ സലീം എന്നൊരു വ്യക്തിയെ കിട്ടി. ദെൻ എന്താണ് അവർ ഒരു നല്ല ഒരു കൽപ്പണിക്കാരനായിട്ട് മാറുമെന്നൊരു പ്രതീക്ഷയിലാണ് ഒരു സ്റ്റോറി നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു.